ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ഡാഡീൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് ചോദിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു തുറക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ച് കിടക്കുകയാണ്. ഞാൻ ബാക്കിൽ. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ടും. എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അച്ഛൻ, ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. ടി വിയിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. ആക്സിഡന്റ് ആയെന്ന് മുതലേ മമ്മി ഡാഡീനെ ചോദിക്കുക, ഡാഡി എവിടെ, ഡാഡി എവിടെ. തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്തിരുന്നതല്ലേ ഡാഡി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോകില്ല ഇനി. എന്നിട്ട് ഞാൻ കരയും. അപ്പൊ ഞാൻ വിചാരിക്കണം മമ്മിക്ക് മനസ്സിലാവുന്ന. നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ. ഞാൻ ഇന്നും ഒന്നും ചെയ്തില്ല, ഇന്നും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. ഇത്രയും ദിവസം ഞാൻ സർവൈവ് ചെയ്തു. എനിക്ക് അതിന്റെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ, ശബ്ദത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നമ്മൾക്ക് എല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക് ലഹരി സിനിമയാണ്. ഞാൻ നല്ലൊരു ബ്രദറല്ല, ഞാൻ നല്ലൊരു മകനല്ല, ഞാൻ നല്ലൊരു ഭർത്താവല്ല, ഞാൻ നല്ലൊരു അച്ഛനല്ല, ഞാൻ നല്ലൊരു പാർട്ട്ണറല്ല, ഞാൻ നല്ലൊരു കൂട്ടുകാരനല്ല. ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ